ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതുപോലെ തന്നെ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ A. പത്മകുമാർ അറസ്റ്റിലായ സംഭവം CPMന് സംസ്ഥാന നേതൃത്വത്തിലും അതുപോലെ തന്നെ പ്രാദേശിക ഘടകങ്ങളിലുമൊക്കെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കേസിലെ നിർണായകമായ മൊഴികളും അതുപോലെ തെളിവുകളുമെല്ലാം പാർട്ടിയിലെ ഉന്നതരെ വരെ പ്രതിക്കൂട്ടിലേക്കാക്കാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ അതീവ ജാഗ്രത പുലർത്തുന്നത്. പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പോലും ഈ വിഷയം ചർച്ചയാകാതിരിക്കാൻ ഗോവിന്ദൻ പ്രത്യേകമായ ശ്രദ്ധ വരെ പുലർത്തുകയും ചെയ്തു. ഈ വിഷയത്തിൽ ചർച്ചകൾക്കോ അതുപോലെ നടപടികൾക്കോ മുതിർന്നാൽ പത്മകുമാറിന്റെ പ്രതികരണം പാർട്ടിക്ക് ദോഷകരമായി ഭവിക്കുമെന്നുള്ള വ്യക്തമായ സൂചന അദ്ദേഹം നൽകുന്നുമുണ്ട്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സർക്കാരിനെയും പാർട്ടിയെയും വെട്ടിലാക്കുന്ന തരത്തിൽ പത്മകുമാർ നിർണായകമായ വിവരങ്ങൾ പുറത്തുവിട്ടേക്കാമെന്ന ആശങ്ക ശക്തമായി നിലനിൽക്കുന്നുണ്ട്. കൂടാതെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ പ്രതിരോധത്തിലേക്കാക്കുന്ന മൊഴികൾ നൽകാനും സാധ്യതകളുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് തൽക്കാലം പത്മകുമാറിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കേണ്ടതില്ല എന്ന മൗനാനുമതി CPM സംസ്ഥാന നേതൃത്വം നൽകിയിരിക്കുന്നത്. ഇതോടെ വിവാദങ്ങളുടെ നടുവിലും CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായി പത്മകുമാർ തുടരുകയും ചെയ്യും. ഈ തീരുമാനത്തെ ന്യായീകരിക്കുന്ന തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ ഈ വിഷയങ്ങൾ ചോദ്യങ്ങൾ ഉയർന്നാൽ പോലും അത് അവഗണിക്കണമെന്ന നിർദ്ദേശമാണ് പാർട്ടി താഴെത്തട്ടിലേക്കെല്ലാം നൽകിയിരിക്കുന്നത്. ഇത് CPMനുള്ള ഭിന്നതയുടെയും സമ്മർദ്ദത്തിൻ്റെയും ആഴം വെളിവാക്കുന്നത് കൂടിയാണ്. നിയമപരമായ നടപടികൾ നേരിടുന്നതിന് മുമ്പ് പത്മകുമാർ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ സന്ദർശിച്ചതായും റിപ്പോർട്ടുകളെല്ലാം ഉണ്ട്. SIT കാണുന്നതിന് മുമ്പാണ് പാർട്ടി സെക്രട്ടറി കണ്ടതെന്നും പുറത്തു വരുന്ന വിവരങ്ങളിലുണ്ട്. കേസിൽ പാർട്ടിക്ക് നേരിട്ട് ഇടപെടാനാവില്ലെന്നും അറിയാവുന്ന കാര്യങ്ങൾ സത്യസന്ധമായി പറഞ്ഞ് നിയമപരമായി കേസ് നേരിടണം എന്നുമാണ് ഗോവിന്ദൻ ഉപദേശം നൽകിയതെന്നുമാണ് വിവരം. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പത്മകുമാർ നടത്തിയ പ്രതികരണങ്ങളിൽ ദൈവതുല്യനായ ആളിനെ കുറിച്ച് പരാമർശമെന്ന ദുരൂഹത ഉയർത്തുന്നുമുണ്ട്. അതായത് ദൈവതുല്യനായ ആള് എന്നുള്ള പരാമർശം ഏറെ ദുരൂഹത ഉയർത്തുന്നത് കൂടിയാണ്. ഈ പരാമർശം പാർട്ടി നേതൃത്വത്തിന് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള തന്ത്രമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത്. തനിക്കെതിരെ പാർട്ടി നടപടിയെടുത്താൽ കൂടുതൽ രഹസ്യങ്ങൾ പുറത്തുവിടുമെന്ന മുന്നറിയിപ്പാണ് ഇതിലൂടെ പത്മകുമാർ നൽകുന്നത് കൂടി. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒറ്റയ്ക്കല്ല ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്നും പാർട്ടിക്ക് നടപടിയെടുത്താൽ പത്മകുമാറിന്റെ നാവ് പൊന്തുമെന്നും ആ നാവ് അനക്കിയാൽ പാർട്ടിയിലെ ദൈവതുല്യന്റെ പേര് പുറത്തു വരുമെന്നും MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിലൂടെ ആരോപിക്കവരെ ഉണ്ടായി. പത്തനംതിട്ടക്കാർക്ക് പത്മകുമാറിന്റെ ദൈവവും ദൈവഗണങ്ങളുമെല്ലാം ആരൊക്കെയാണെന്നുള്ളത് വ്യക്തമായി അറിയാമെന്നും രാഹുൽ മാങ്കൂട്ടം പരിഹസിക്കുന്നുമുണ്ട്. ദേവസ്വം മന്ത്രിയുടെ മുൻ മന്ത്രിയുടെയോ അതായത് ദേവസ്വം മന്ത്രിയുടെയോ മുൻ ദേവസ്വം മന്ത്രിയുടെ പേര് SITക്ക് ലഭിച്ചാൽ മാത്രമേ CPM പത്മകുമാറിനെതിരെ നടപടിയെടുക്കൂവെന്നും അയ്യപ്പന്റെ പൊന്നുകെട്ടവർക്ക് ജനം മാപ്പ് തരില്ല എന്നുമൊക്കെ ചർച്ചകളും ശക്തമായി തുടരുന്നത്. ഇത്തരം ചർച്ചകളും ആരോപണങ്ങളും ശക്തമായിരിക്കെ തന്നെയാണ് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി വിഷയത്തിൽ തീരുമാനമെടുക്കാതെ പിരിഞ്ഞു പോയതും. ഇത് പാർട്ടി നേതൃത്വത്തിന് മുന്നിലുള്ള പ്രതിസന്ധിയുടെ ആഴം കൂടി വർദ്ധിപ്പിക്കുന്നത് കൂടിയാണ്. പത്മകുമാർ പല അതീവ രഹസ്യങ്ങളും അന്വേഷണ സംഘത്തിന് കൈമാറിയതായും സൂചനകളെല്ലാം ഉണ്ട്. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് എത്തിച്ചാൽ അല്ലെങ്കിൽ നയിച്ചതിൽ ഏറ്റവും നിർണായകമായത് മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴികൾ കൂടിയാണ്. തങ്ങൾ ഒപ്പിട്ട് അംഗീകരിച്ച മിനിറ്റ്സുകളിൽ പത്മകുമാർ തിരിമറി നടത്തി എന്ന് തന്നെയാണ് ഇവരുടെ മൊഴിയിലുള്ളത്. ശബരിമല കട്ടളപ്പാളി സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് 2019 മാർച്ച് 19 ചേർന്ന ദേവസ്വം ബോർഡ് യോഗമാണ് ചെമ്പ് പൂശാനുള്ള സ്പോൺസറായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചത്. ഈ യോഗത്തിന്റെ മിനിറ്റ്സാണ് പ്രധാന തിരുത്തലുകളെല്ലാം നടന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സ്വർണം പൊതിഞ്ഞത് എന്നെഴുതിയ ഭാഗം അല്ലെങ്കിൽ എന്നെഴുതിയിരിക്കുന്ന ഭാഗം പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ പച്ചമഷി ഉപയോഗിച്ച് വെട്ടിമാറ്റി പകരം ചെമ്പ് എന്ന് എഴുതി ചേർത്തതായും അതിന് താഴെ ഇത് കൊടുത്തുവിടാൻ യോഗം അനുവദിച്ചിരിക്കുന്നു എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തതാണ് അംഗങ്ങളെല്ലാം മൊഴി നൽകിയിരിക്കുന്നത്. മിനിറ്റ്സിന്റെ ഈ തിരുത്തിയ ഭാഗത്ത് പത്മകുമാർ ഒപ്പിട്ടിട്ടുമുണ്ട്. യോഗത്തിലെ തീരുമാനങ്ങൾ സെക്രട്ടറി തയ്യാറാക്കുകയും അംഗങ്ങൾ അത് പരിശോധിച്ച് ഒപ്പിടുകയും ചെയ്ത ശേഷമാണ് പ്രസിഡന്റ് ഒപ്പിടുക എന്നതായിരുന്നു കീഴ്വഴക്കങ്ങളെല്ലാം. അന്നത്തെ തീരുമാനത്തിൽ സ്വർണം പൊതിഞ്ഞ പാളികൾ എന്നായിരുന്നു രേഖപ്പെടുത്തിയതെന്നും തിരുവാഭരണം കമ്മീഷണറുടെ സ്ഥാനത്തിൽ സ്വർണം പൂശാനാണ് തീരുമാനിച്ചതെന്നും ബോർഡ് അംഗങ്ങൾ മൊഴിയും നൽകി. ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ മൊഴികളിലെല്ലാം ഉള്ള മിനിറ്റ്സിലെ തിരുത്തൽ പത്മകുമാർ സ്വയം ചെയ്തതാണെന്നും ഇത് ബോർഡ് തീരുമാനം അട്ടിമറിച്ചതിന് തുല്യമാണെന്നും അന്വേഷണ സംഘം ഉറപ്പിച്ചു പറയുന്നു. ഈ വിവരങ്ങളാണ് പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലേക്കും കാര്യങ്ങൾ എത്തിച്ചതും അതുപോലെ തന്നെ തുടർന്ന് അറസ്റ്റിലേക്ക് നയിച്ചതും. കേസിൽ പത്മകുമാറിന് കുരുക്കായ മറ്റൊരു പ്രധാന വിവരം എന്നത് സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയെന്ന കണ്ടെത്തൽ കൂടിയാണ്. പത്മകുമാറിന്റെ കുടുംബാംഗങ്ങൾ തന്നെയാണ് പോറ്റി സൗഹൃദ സന്ദർശനത്തിനായി വീട്ടിൽ എത്തിയിരുന്നതായി മൊഴി നൽകിയത്. കേസിലെ പ്രധാന കണ്ണികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സുപ്രധാന തെളിവായി അന്വേഷണ സംഘം ഇതിനെ കാണുന്നുമുണ്ട്.
ഈ സാഹചര്യത്തിൽ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയും ചെയ്യും. പത്മകുമാറിൽ നിന്നും ലഭിക്കുന്ന മൊഴികൾ കേസിന്റെ ഭാവി തന്നെ നിർണായകമാക്കുകയും ചെയ്യും. നിയമപരമായ അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടി വരും ദിവസങ്ങളിൽ വീണ്ടും കസ്റ്റഡിയിലെടുക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകളെല്ലാം. പത്മകുമാറിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നത് വഴി കേസിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് SIT ലക്ഷ്യമിടുന്നത്. ഇരുവരുടെയും മൊഴികളിൽ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താനും ഗൂഢാലോചനയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനും ഇത് സഹായിക്കുമെന്നും SIT വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. ഈ കേസിന്റെ സാമ്പത്തിക വശങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി പത്മകുമാറിനെ വിദേശയാത്രകളെക്കുറിച്ച് വരെ അന്വേഷണം നടത്താൻ പാസ്പോർട്ട് SIT പിടിച്ചെടുത്തിട്ടുമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് പത്മകുമാർ വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യവും വിശദമായി പരിശോധിക്കുന്നുമുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നുവെന്ന് പത്മകുമാർ തന്നെ മൊഴി നൽകിയിട്ടുമുണ്ട്. ഈ മൊഴി പോറ്റിയുമായി ചേർന്നുള്ള ഗൂഢാലോചനയുടെ ആഴം, സ്വാധീനത്തിന്റെ വ്യാപ്തി എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതൽ വെളിപ്പെടുത്തലുകൾ വഴിയൊരുക്കുമെന്നാണ് അന്വേഷണ സംഘം തന്നെ കരുതുന്നത്. സ്വർണം പൂശിയ പാളികൾ ചെമ്പാക്കി മാറ്റിയതിലൂടെ എത്രത്തോളം സാമ്പത്തിക നേട്ടം പ്രതികൾക്കുണ്ടായി എന്നും ഈ തട്ടിപ്പിൽ മറ്റാരെങ്കിലും ഉന്നതർക്ക് ബന്ധമുണ്ടോ എന്നും ഇതെല്ലാം അന്വേഷിക്കുന്ന കാര്യങ്ങളായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ ഇവയെല്ലാം SIT പ്രധാനമായും ഈ ചോദ്യങ്ങളെല്ലാം കേന്ദ്രീകരിച്ചായിരിക്കും മുന്നോട്ട് പോവുക. പത്മകുമാർ ഇപ്പോൾ നിലവിലുള്ള സമ്മർദ്ദങ്ങളുടെ പേരിൽ സത്യം വെളിപ്പെടുത്തുമോ എന്നോ അതോ ഇനി പാർട്ടിയിലെ ഉന്നതരെ സഹായിക്കുമോ എന്നതും രാഷ്ട്രീയ നിരീക്ഷണത്തിൽ തന്നെയാണ്. ഈ കേസിന്റെ വിധി കേരളീയ രാഷ്ട്രീയത്തിലും അതുപോലെ ദേവസ്വം ബോർഡിന്റെ സുതാര്യതയിലും വലിയ സ്വാധീനം ചെലുത്തുമെന്നതിൽ യാതൊരു സംശയമില്ല. അതിനൊപ്പം തന്നെ ഇവിടെ പത്മകുമാറിന്റെ മൊഴി അനുസരിച്ച് വരും ദിവസങ്ങളിൽ കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കടകംപള്ളിയോട് ചോദ്യ മാധ്യമങ്ങളോട് എന്നെ വീട്ടിലിരിക്കാൻ പോലും അനുവദിക്കില്ല എന്ന് ചോദിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒന്നിനും മറുപടി പറയാതെ കടകംപള്ളി ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയോ അതുപോലെ തന്നെ MV ഗോവിന്ദനോ അതുപോലെ പാർട്ടി നേതൃത്വങ്ങളോ ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറുപടി പറയുന്നില്ല എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. ഇവരെല്ലാം അതിവിദഗ്ധമായി ഇതിനെ മിണ്ടാട്ടം നടത്തി പോവുകയോ അല്ലെങ്കിൽ മിണ്ടാതെ പോവുകയോ അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഇതൊന്നും കൂടാതെ പ്രാദേശിക തലത്തിൽ വരെ പാർട്ടി കൃത്യമായി അറിയിപ്പ് കൊടുത്തിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അവഗണിക്കുക എന്നുള്ളത്. അങ്ങനെ പത്മകുമാറിന്റെ എന്തെങ്കിലും നടപടി എടുത്താൽ, എന്തെങ്കിലും നടപടി ഉണ്ടായാൽ അത് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യും. അതുപോലെ തന്നെ പാർട്ടി നേതാക്കളിൽ ഈ പറയുന്ന ഈശ്വരതുല്യൻ ആരാണോ അത് ആരാണെന്ന് പുറത്തു വരികയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ അത് വലിയ ദോഷമാകും. ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ വന്നാൽ അത് പാർട്ടിക്ക് മാത്രമല്ല വരും തെരഞ്ഞെടുപ്പുകളിൽ വരെ അത് പ്രതിഫലിക്കുകയും അത് വലിയ ദോഷമായി മാറുകയും ചെയ്യുമെന്നുള്ള വ്യക്തമായ ധാരണ MV ഗോവിന്ദൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് നടന്ന സമ്മേളനത്തിൽ പോലും MV ഗോവിന്ദൻ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വാക്കും ഉരിയാടാതെ പോയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ സംസാരിക്കാനോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പറയാനോ MV ഗോവിന്ദൻ നടത്തിയിട്ടുള്ള ഒരു പരാമർശത്തിലും അത് വന്നില്ല എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അവിടെ കൃത്യമായി പത്മകുമാറിന്റെ പേര് പറയാതെ അല്ലെങ്കിൽ സ്വർണ്ണക്കള്ളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും മിണ്ടാതെ പത്മകുമാർ അറസ്റ്റിലായ സംഭവത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും സംസാരിക്കാതെ ദേശീയ തലത്തിൽ അത് ഈ സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ പ്രാദേശിക ഘടകങ്ങളിലുമെല്ലാം വലിയ രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോഴും ഈ കേസിലെ നിർണായക മൊഴികളെക്കുറിച്ചും അതുപോലെ തെളിവുകളെക്കുറിച്ചുമെല്ലാം പാർട്ടിയിലെ ഉന്നതർ വരെ പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യം നിലനിൽക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വാക്കും ഉരിയാടാതെ അതീവ ജാഗ്രത പുലർത്തിയാണ് MV ഗോവിന്ദനടക്കം മുന്നോട്ട് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി യോഗത്തിൽ പോലും ഈ വിഷയം ചർച്ചയാകാതിരിക്കാൻ MV ഗോവിന്ദൻ തൻ്റെ പരമാവധി ശ്രദ്ധിച്ചതിന് കാരണം ആരാണോ ഈശ്വരതുല്യൻ ആ ഈശ്വരതുല്യൻ്റെ വാക്ക് അല്ലെങ്കിൽ അത് ആ പേര് പത്മകുമാറിൻ്റെ വായിൽ നിന്നും നാവിൽ നിന്നും പുറത്തു വന്നാൽ അത് അതിലൂടെ ലഭിക്കുന്ന തിരിച്ചടി അതുണ്ടാക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കുമെന്ന് ഗോവിന്ദന് വ്യക്തമായി അറിയുന്നത് കൊണ്ട് തന്നെയാണ്.